രാജ്യം കണ്ട ഏറ്റവും വലിയ പരീക്ഷാ തട്ടിപ്പുകളിലൊന്ന് എങ്ങനെയാണ് അരങ്ങേറിയത്? ഇതിന്റെ വ്യക്തമായ വിവരങ്ങളാണ് സിബിഐയുടെ കുറ്റപത്രത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 2026 നീറ്റ് UG പരീക്ഷയിലുണ്ടായ ക്രമക്കേടിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നത് പ്രിന്റിംഗ് പ്രസിൽ നിന്നല്ല, പിന്നെ എവിടെ നിന്നാണ്? എന്തൊക്കെയാണ് സിബിഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്? നോക്കാം വിശദമായി. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സിബിഐയുടെ കുറ്റപത്രത്തിലുള്ളത്. അതുപ്രകാരം 2026 മെയ് 3 നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ 3 ആഴ്ച മുൻപ് തന്നെ ചോർന്നിരുന്നു. പരീക്ഷാ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ച 3 വിഷയ വിദഗ്ധർ ചോദ്യപേപ്പറിന്റെ വിവർത്തനം, ബാക്ക് ട്രാൻസ്ലേഷൻ, പ്രൂഫ് റീഡിംഗ് എന്നിവ ചെയ്യുന്നതിനിടെയാണ് ചോദ്യങ്ങൾ പുറത്തായത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. സസ്യശാസ്ത്രവും സുവോളജിയും കൈകാര്യം ചെയ്തിരുന്ന മനീഷ ഗുരുനാഥ് മന്ദാരെ, രസതന്ത്ര വിദഗ്ധനായ PV കുൽക്കർണി, ഭൗതികശാസ്ത്രം കൈകാര്യം ചെയ്തിരുന്ന മനീഷ സഞ്ജയ് ഹവൽദാർ എന്നിവരാണ് ചോർത്തലിന് പിന്നിലെന്നാണ് സിബിഐ ആരോപിക്കുന്നത്. സിബിഐ ചൂണ്ടിക്കാട്ടുന്നത് പ്രകാരം ചെറിയ കുറിപ്പുകളാക്കിയും ഫോട്ടോകളാക്കിയുമൊക്കെയാണ് ഇവർ ചോദ്യങ്ങൾ ചോർത്തിയത്. NDA നിയമിച്ച വിഷയ വിദഗ്ധരും കോച്ചിംഗ് സെന്റർ ഉടമകളും ഇടനിലക്കാരും ഉദ്യോഗാർത്ഥികളും അടങ്ങുന്ന ഒരു വലിയ ശൃംഖലയായിരുന്നു ഇതിന് പിന്നിലെന്നാണ് സിബിഐ ആരോപിക്കുന്നത്. 3 വിഷയ വിദഗ്ധരും ചോദ്യങ്ങൾ ചോർത്താൻ വ്യത്യസ്തങ്ങളായ വഴികളായിരുന്നു സ്വീകരിച്ചിരുന്നത്. NDA ആസ്ഥാനത്ത് വെച്ച് റഫ് വർക്കിനായി കൊടുത്ത പേപ്പർ ചെറു കഷ്ണങ്ങളാക്കി അതിൽ 135ഓളം ചോദ്യങ്ങളും അവയുടെ ഓപ്ഷനുകളും കുറിച്ചെടുത്ത് പുറത്തെത്തിക്കുകയായിരുന്നു കുൽക്കർണി ചെയ്തത്. ഏപ്രിൽ മാസത്തിൽ കുൽക്കർണിയും മനീഷ മന്ദാരയും പൂനെയിലെ അവരുടെ വീടുകളിൽ അനധികൃതമായി പ്രത്യേക റിവിഷൻ സെഷനുകൾ സംഘടിപ്പിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ സെഷനുകളിൽ തിരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായ ചോദ്യങ്ങൾ, മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷനുകൾ, ശരിയായ ഉത്തരങ്ങൾ എന്നിവ നൽകിയതായും സിബിഐയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. സിബിഐയുടെ കുറ്റപത്ര പ്രകാരം കുൽക്കർണി, മനീഷ മന്ദാരെ എന്നിവർ പൂനെ ആസ്ഥാനമായുള്ള ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ മനോജ് ഭഗവൻ റാവു ഷിരൂരയുമായി ചേർന്ന് ലാത്തൂരിലെ സിന്ധി വിനായക് ആശുപത്രിയിൽ വെച്ചൊരു സെഷനും എടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് ചില നീറ്റ് ഉദ്യോഗാർത്ഥികളെ കൊണ്ട് ചോർത്തിയ ചോദ്യങ്ങൾ മനഃപ്പാടമാക്കിച്ചു എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. മനീഷയാകട്ടെ ചോദ്യങ്ങൾ മനഃപ്പാടമാക്കി താമസ സ്ഥലത്തെത്തിയ ശേഷം ഓർമ്മയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറിച്ചെടുത്തു ഇത് ഫോട്ടോകളാക്കി പൂനെയിലെ കോച്ചിംഗ് ഫാക്കൽറ്റിയായ തേജസ് ഷാ വഴി വിൽക്കുകയും ചെയ്തു. മനീഷ കോച്ചിംഗ് സെന്റർ നടത്തിപ്പുകാരനായ തേജസ് ഷായുടെ നമ്പർ ദൈവം എന്നായിരുന്നു മൊബൈലിൽ സേവ് ചെയ്തിരുന്നത് എന്നതും കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതേസമയം വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള മനീഷ മന്ദാരെ NCERT പാഠപുസ്തകങ്ങളിൽ പ്രസ്തുത പാരഗ്രാഫുകൾ അടയാളപ്പെടുത്തിയാണ് ഈ ക്രമക്കേട് നടത്തിയത്. ചോർന്ന ചോദ്യങ്ങൾ ടെലിഗ്രാം ഉപയോഗിക്കുന്ന ഇടനിലക്കാരുടെ ഒരു ശൃംഖല വഴി മഹാരാഷ്ട്രയ്ക്ക് പുറത്തേക്ക് എത്തിയിരുന്നു. 10 മുതൽ 12 ലക്ഷം രൂപ വരെ വാങ്ങിയാണ് ഇടനിലക്കാർ ചോദ്യങ്ങൾ വിറ്റത്. സിബിഐ പറയുന്നത് ഫോറൻസിക് തെളിവുകളുടെ പിൻബലത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ്. വിവിധ ഫോറൻസിക് വകുപ്പുകൾ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത നോട്ട്ബുക്കുകൾ പരിശോധിച്ചിട്ടുണ്ട്. കൂടാതെ മനീഷ സഞ്ജയ് ഹവൽദാറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ട്രാൻസ്ഫറുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് രേഖകളും പരിശോധനകളിൽ പിടിച്ചെടുത്ത പണവും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. മാസങ്ങളുടെ ആസൂത്രണവും ലക്ഷ്യങ്ങളുടെ പണമിടപാടും നടന്ന വലിയൊരു ക്രിമിനൽ ശൃംഖലയാണ് ഈ കുറ്റപത്രത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിലവിലെ അന്വേഷണവും കണ്ടെത്തിയ തെളിവുകളും സഹായിക്കുമെന്നാണ് സിബിഐ വിലയിരുത്തുന്നത്.